വിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ ഭൂമിയാണിത്. നല്ല രീതിയിൽ വിളവും ലഭിച്ചിരുന്നു. അതിനിടെയാണ് അപ്രതീക്ഷിതമായി മഴയും കാറ്റും എത്തിയത്. നിമിഷ നേരം കൊണ്ട് കർഷകരുടെ പ്രതീക്ഷകൾ കണ്ണീരായി മാറി. കഴിഞ്ഞ വർഷങ്ങളെ വ്യത്യസ്തമായിട്ട് ഈ വർഷം കൂടുതലും പന്നിയായിരുന്നു. പന്നിയുടെ ശല്യം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉണക്കായി കഴിഞ്ഞിപ്പം ഒരുമാതിരിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ വാഴകളൊക്കെ കൊലയായി വെട്ടേണ്ട സാഹചര്യം. ഭയങ്കര കാറ്റായിരുന്നു. ഒരു 3 മിനിറ്റ് കൊണ്ട് സംഗതി മൊത്തം നിലത്തി. ഒന്നും ആർക്കൊന്നും ചെയ്യാനോ കാണാനോ വലിയ അവസരം കിട്ടിയില്ല. ഏത്തൻ, ചുവന്ന വാഴ ഇനത്തിൽപ്പെട്ട കുലകളാണ് നിലം പൊത്തിയത്. പൗർണമി സ്വാശ്രയ സംഘത്തിന്റെ 3000-ഓളം വാഴകളും മറ്റു കർഷകരുടെ കുലച്ച വാഴകളും കാറ്റിൽ നശിച്ചു. കാറ്റിൽ വീഴാതിരിക്കാൻ കഴകൊണ്ട് ബന്ധിച്ചിരുന്ന വാഴകളും തകർന്നു. കിലോയ്ക്ക് 100 രൂപ വരെ ഏത്തയ്ക്കാക്കി വിപണിയിൽ വില ലഭിച്ചിരുന്ന സമയത്ത് നഷ്ടം നേരിട്ടതോടെ കർഷകരെല്ലാം കടക്കടിയിലായി. ഇതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കൊല 900 മുതൽ 800 മുതൽ 900 രൂപ വരെ കിട്ടേണ്ട ഒരു കൊലകളാണ്. ഇത് പേണ്ടൊരു 3000-നടുത്ത് വാഴകൾ ഇവിടെ ഇപ്പുറമായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു കൊല പോലും ഇതിൽ നിന്ന് വെട്ടാനൊക്കാത്തൊരവസ്ഥയാണ്. 2 ദിവസമായി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും 50ഓളം വീടുകൾക്ക് കേടുപാടുണ്ടായി. മരം വീണാണ് പല വീടുകളും തകർന്നത്. കൊട്ടാരക്കരയിൽ 2 സ്ത്രീകൾക്ക് മരം ശരീരത്തിലേക്ക് വീണ പരിക്കേറ്റു. മരം വീണ പോസ്റ്റുകൾ തകർന്നതുമൂലം KSEBിക്കും വൻതോതിൽ നഷ്ടമുണ്ടായി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.